അപ്പോൾ ഈ മോഹൻദാസിൻ്റെ മണ്ഡലത്തിൽ ഞാനാണ് പോകുന്നത്. ഈ 2 മണ്ഡലങ്ങളാണ് എനിക്കന്ന് ചുമതലയുള്ളത്. അപ്പം മണ്ഡലത്തിൻ്റെ പിന്നെ ആദ്യം ഒരു തുടക്കത്തിൽ കൊടുക്കണം, സ്ഥാനാർത്ഥികൾക്കൊപ്പം സഞ്ചരിച്ചുള്ളത് കൊടുക്കണം, പിന്നെ ഒരു മൊത്തത്തിലൊരു റൈറ്റപ്പ്, അവസാന റൈറ്റപ്പ്. ഇതൊക്കെയാണ് അന്നത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിൻ്റെ രീതി പത്രങ്ങളിൽ. MM ലോറൻസാണ് നമ്മുടെ മോഹൻദാസിൻ്റെ എതിർ സ്ഥാനാർത്ഥി. മോഹൻദാസ് ഒരു തുടക്കക്കാരനാണ്. അങ്ങനെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പിലോ മത്സരിക്കുകയോ ഒന്നും ചെയ്തൊരു പരിചയമില്ല. KSCയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായിട്ട് ഉയർന്നു വന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പുറത്താരാ? ലോറൻസ് എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങളിലെ പ്രവർത്തന പരിചയവും ത്യാഗനിർഭരമായ രാഷ്ട്രീയ ജീവിതമൊക്കെ അദ്ദേഹത്തിന് ഉള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നത് നമ്മുടെ സാക്ഷാൽ നമ്പാടൻ അങ്ങോട്ട് പാർട്ടിയുമായിട്ട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്ന് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സൈക്കിൾ അടയാളത്തിൽ, അദ്ദേഹം പാർട്ടിയുടെ ചിഹ്നത്തിലൊന്നും മത്സരിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്വീകരണങ്ങളൊക്കെ വളരെ ആഘോഷമാണ്. ചിലപ്പോൾ വല്ല ചെണ്ടയോ മുത്തുക്കുടയോ വർണ്ണപ്പകിട്ടുള്ള ഹാരങ്ങൾ ഒക്കെ. ഇവരുടെ അന്നത്തേക്ക് ഒരു സ്വീകരണം എന്ന് പറഞ്ഞാൽ ഈ പഴയ ബീഡി നൂലുണ്ട്, നമ്മൾ ബീഡി തീർക്കാൻ ഉപയോഗിക്കുന്ന വളരെ പിന്നെ നീളത്തിലിങ്ങനെ ചുറ്റിയ നൂല്, അത് ഒരു സഖാവ് വരുന്നു, ഒരു നൂലിടുന്നു, എന്നിട്ട് ആ നൂലെടുത്ത് വേറൊരു സഖാവിനെ കൊടുക്കുന്നു, ആ സഖാവ് ഈ നൂലിടുന്നു. ഇതിനപ്പുറത്തൊരു ആഘോഷമോ ഒരു കളർഫുള്ളായിട്ടുള്ളൊന്നുമില്ല. അപ്പം നമുക്കൊരു ഒരു 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 ഫോട്ടോ ചാൻസ് വേണം, നല്ലൊരു ചിത്രം കിട്ടണം. നമുക്ക് ബാക്കിയുള്ളത് നമ്മൾ എഴുതുകയാണല്ലോ, കാരണം നമ്മൾ ഇവർ പ്രസംഗിക്കുന്നതും സംസാരിക്കുന്നതും അവിടുത്തെ അന്തരീക്ഷമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ യാത്ര വിവരിക്കുന്നത്. അപ്പം ഒരു ഫോട്ടോയ്ക്ക് പറ്റിയൊരു അവസരം നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമ്പാടൻ മാഷുമായിട്ട് എനിക്ക് നല്ല ഒരു സ്നേഹബന്ധമുണ്ട്. ലോറൻസിനോട് എനിക്ക് അത്രയും വലിയ പരിചയമില്ല. അന്ന് ഞാൻ പറഞ്ഞിങ്ങനെ പിന്നെ പറഞ്ഞു, മാഷേ നമുക്കൊരു നല്ല ചിത്രം വേണം, ചിത്രം കിട്ടിയാൽ ഞങ്ങൾക്ക് തിരിച്ചു പോരാം, സന്ധ്യയാകുന്നു, അല്ലെങ്കിൽ ഒരു 5 മണിയൊക്കെ ആകുന്നുണ്ട്. അപ്പം ലൈറ്റ് പോയാൽ പിന്നെ ഒരു ചിത്രം എടുക്കാനും പ്രയാസമാണ്. അപ്പോൾ ഞാൻ മാഷോട് പറഞ്ഞു, മാഷേ ഇങ്ങനൊരു സംഭവമുണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം താനെന്താ നോക്കണോ, ഞാനും നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊരടുത്ത ഒരു ജംഗ്ഷന്, എൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ആ ജംഗ്ഷൻ്റെ നടുവിലൊരു നല്ലൊരു കിണർ നോക്കുമ്പോൾ നിറയെ വെള്ളമുള്ള, ആളുകൾ ഉപയോഗിക്കുന്ന കിണറാണ്, ഉപേക്ഷിക്കപ്പെട്ടൊരു കിണറൊന്നുമല്ല, നിറയെ വെള്ളമുണ്ട്, തൊട്ടിയുണ്ട്. അപ്പം ഞാൻ മാഷോട് പോയി പറഞ്ഞു, മാഷേ ഒരു കാര്യം ചെയ്യാമോ, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, താൻ പറയടോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, മാഷൊന്ന് ഈ കിണറ്റിൻകരയിലേക്ക് പോയിട്ട് ഒരു തൊട്ടി വെള്ളം ഒന്ന് കോരിയിട്ട് അതിങ്ങനെ ഒന്ന് സ്ഥാനാർത്ഥിക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം അദ്ദേഹം വെള്ളം കുടിക്കുമല്ലോ, കൈ കൊണ്ടിങ്ങനെ വെള്ളം കുടിക്കും, നല്ല ചിത്രമായിരിക്കും പറഞ്ഞു. ചെയ്യാവിടോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ വളരെ സന്തോഷത്തോടുകൂടി ഇതിനടുത്ത ഒരു സ്റ്റേജ് അവിടെ നിന്നുകൊണ്ടാണ് ഈ പ്രസംഗിക്കുന്നത്. പ്രസംഗം കഴിഞ്ഞ ഉടനെ സഖാവേ വാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി ഒരു വെള്ളം കോരി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തപ്പം ഇത് നല്ല തണുത്ത വെള്ളം, ലോറൻസ് ദാഹിച്ചിരിക്കുകയായിരുന്നു, നല്ലൊരു മുഖമൊക്കെ കഴുകി വെള്ളമൊക്കെ കുടിച്ചു. ഞങ്ങൾക്കൊരു നല്ല ചിത്രം, മനോഹരമായൊരു ചിത്രം കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ചിത്രം കിട്ടിയതോടെ ഞങ്ങളുടെ ജോലി കഴിഞ്ഞു. ഞാൻ കൊണ്ട് ഓഫീസിൽ കൊടുത്ത് ഇങ്ങനെ ഇന്ന ജംഗ്ഷനിൽ വെച്ചിട്ട് ചിത്രം. പിറ്റേ ദിവസം ഈ പടം 1-ാം പേജിൽ വളരെ മനോഹരമായിട്ട് വന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ കൊടുത്തിരുന്ന ക്യാപ്ഷൻ എന്താണെന്നറിയോ? അന്ന് ഈ നമ്പാടൻ മാഷ് അങ്ങോട്ട് ചേരുക, പിന്നെ CPM അങ്ങോട്ട് അടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിയിലൊരു അംഗമൊന്നും ആയിട്ടില്ല. അപ്പം അതിൻ്റെ അടിയിലൊരു അടിക്കുറിപ്പ്, ഒരു ക്യാപ്ഷൻ പോലെ വന്നിരിക്കുന്നത്, ഞാൻ ലോറൻസ് സഖാവിന് ഒരു തൊട്ടി വെള്ളം കോരിക്കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഞാൻ CPMൻ്റെ വെള്ളം കോരിയോ വിറക് വെട്ടിയോ ആയി എന്ന് ആരും കരുതരുത് എന്നൊരു തമാശ ഒരു ചിത്രമാണ്. എനിക്കിത് കണ്ടപ്പം വലിയ വിഷമം തോന്നി. കാരണം എങ്ങനെയായിരിക്കും പിന്നെ നമ്മുടെ മാഷ് ഇത് എടുക്കുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഞാനൊരു 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യത്തിന് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗംഭീര പടവും ഗംഭീര ക്യാപ്ഷനുമായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ ഈ നമ്മുടെ ഇത്തരം തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ് ഇതിലൊക്കെ സംഭവിക്കുന്ന വളരെ രസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ KV തോമസ് മാഷുടെ പ്രചാരണം ഇങ്ങനെ നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ പത്മ ജംഗ്ഷനിലാണ്, നമ്മുടെ MG റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ്, പിന്നെ പത്മയുടെയും ഷേണൈസിൻ്റെയും ഒക്കെ അടുത്തായിട്ട് ഒരു ഭാഗത്ത് പിന്നെ തോമസ് മാഷുടെ ഓഫീസും മറുഭാഗത്ത് കൊച്ചുണ്ണി മാഷുടെ ഓഫീസും. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ അടുത്തു, ഒരു സൗഹൃദമായി. പിന്നെ അപ്പോൾ എന്നോട് മാഷ് ചോദിച്ചോടൂ, ഈ അവസാന ദിവസം, അതായത് നമുക്ക് ഒരു ദിവസം ഒരു നിശബ്ദ പ്രചാരണം അങ്ങനെ ഉണ്ടല്ലോ, ആ ഒരു ദിവസം
എങ്ങനെയാണ് നല്ലൊരു പടം താനൊന്ന് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മാഷ് ഒരു കാര്യം ചെയ്യ്, മാഷ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നേരെ കൊച്ചുണ്ണി മാഷയുടെ ഓഫീസിലേക്ക് ചെല്ലുക. അവിടെ ഇരിക്കുന്ന ഒരുപാട് പഴയ കോൺഗ്രസ്സുകാരാണ്, മാഷയുടെ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഒന്ന് വോട്ട് ചോദിക്കുക, ഒരു സൗഹൃദം. അവിടെ നിന്നൊരു ഫോൺ വിളിക്കുക, അവിടെ ഒരു ഫോൺ ഉണ്ടാവുമല്ലോ, അവിടെ നിന്നൊരു ഫോൺ വിളിക്കുക. ഞങ്ങൾ അന്ന് പൗലോസ് ചേട്ടനാണ് ഞങ്ങളുടെ കൊച്ചിയിലെ ഫോട്ടോഗ്രാഫർ. അപ്പം പൗലോസ് ചേട്ടൻ്റെ പിന്നെ ഞാനൊരു ഫോട്ടോ എടുപ്പിക്കാം എന്ന് പറഞ്ഞു. അവസാനം അത് ഏറ്റെടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു 5 മണിക്ക് അവിടെ ചെന്ന്, ഞാൻ പോയില്ല, പൗലോസ് ചേട്ടൻ പോയി. നല്ല മനോഹരമായൊരു പടം അദ്ദേഹം മാഷയുടെ ഭംഗിയായിട്ടത് കൈകാര്യം ചെയ്തു. നന്നായിട്ട് ഒരു പടമൊക്കെ കിട്ടി. അപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആയി. അപ്പോൾ അവസാനം നമ്മുടെ പി സി ചാക്കോയൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സണ്ണിക്കുട്ടി ആ പടം കൊടുക്കരുത്, അത് ശരിയല്ലത്. ഞാൻ പറഞ്ഞു, ഇത് ഏറ്റവും നല്ല രസകരമായൊരു പടമല്ലേ, അത് കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെടുന്നില്ലല്ലോ, നിങ്ങൾക്ക് മാഷക്ക് വോട്ട് കൂടുന്നുമില്ലല്ലോ, ഒരു എതിർ സ്ഥാനാർത്ഥിയുടെ ഇതിലേക്ക് വരുന്നു, അത്രയല്ല ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ആ ചിത്രം വളരെ അന്ന് ശ്രദ്ധിക്കപ്പെടുകയും അത് പലർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പിന്നീട് 89-ലെ തെരഞ്ഞെടുപ്പിൽ കെ വി തോമസ് വീണ്ടും മത്സരിക്കുക. ജസ്റ്റിസ് പി സുബ്രഹ്മണ്യം പോറ്റിയാണ് എതിർ സ്ഥാനാർത്ഥി. ഇതേപോലെ ദിവസം അന്ന് ഞാൻ ഇല്ലെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഇതേപോലെ ഒരു ചിത്രം മാഷ് പത്രത്തിൽ വന്നത് ഓർക്കുന്നു, മാഷിൻ്റെ ചിത്രം. അത് രണ്ടുപേരുടെയും 2 സ്ഥാനാർത്ഥികൾ എങ്ങനെ ഈ ദിവസം, അതായത് നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസം എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പം മാഷ് വടുതലയിൽ ഒരു പിന്നെ കൊച്ചു വള്ളത്തിലിരുന്ന് ഇങ്ങനെ 1-2 പേരുണ്ട്, വള്ളം തുഴയുന്ന ഒരാളുണ്ട്, ഇങ്ങനെ പോയി ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്നവരെ നോക്കി വോട്ട് ചോദിക്കുന്ന ഒരു രംഗം. മറ്റതാണെങ്കിൽ സുബ്രഹ്മണ്യം പോറ്റി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് ഗംഭീരമായൊരു ഭക്ഷണം കഴിക്കുന്ന ഒരു രംഗം വന്നു. അതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് അറിയാം. ഞാൻ പറഞ്ഞത് ചിത്രം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ പ്രചാരണ രംഗത്ത് ഒരു സ്ഥാനാർത്ഥിയുടെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അത് ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് വന്നപ്പോഴാണ് മറ്റൊരു ചിത്രത്തിൻ്റെ കഥ, ഇത് കുറച്ച് പിന്നീട് നടന്നതാണ്, ഇപ്പോൾ ഞാൻ ഓർക്കുന്നത്. അതും നമ്മുടെ പൗലോസ് ചേട്ടനാണ് ആ ചിത്രം എടുത്തത്. അന്ന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി, പിന്നെ രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും കൂടെ കൊച്ചിയിൽ വരുന്നു. അവിടെ അന്ന് കൊച്ചി കായലിൽ അന്ന് ഇന്ദിരാഗാന്ധി സ്മാരക ബോട്ട് റേസ്, വള്ളംകളി നടക്കുന്നുണ്ട്. അതിപ്പോഴില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, അത് ദീർഘകാലം അങ്ങനെ നടന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് വളരെ ആഘോഷമായിട്ട് വരുന്നു. അന്ന് ഗസ്റ്റ് ഹൗസിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ അന്ന് രാജീവ് ഗാന്ധിയെ ഒരു കേരളീയ വേഷം ധരിപ്പിക്കുക, അതുപോലെ തന്നെ സോണിയാഗാന്ധിയെയും, അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. രാജീവ് ഗാന്ധിയെ ഉടുപ്പിച്ചു കഴിഞ്ഞപ്പം ജുബ്ബ ഇടാൻ നോക്കുമ്പം കൊണ്ടുവന്നിട്ടുള്ള ജുബ്ബ അദ്ദേഹത്തിന് പാകമാകുന്നില്ല. അപ്പോൾ പിന്നെ അവസാനം ലീഡർ പത്മജയുടെ വീട്ടിലേക്ക് ആളിനെ വിട്ട് ലീഡറുടെ ഒരു ജുബ്ബ ഉണ്ടായിരുന്നത്, ആ ജുബ്ബ ഇടിയിച്ചു. അപ്പം അതിനുശേഷം സോണിയാഗാന്ധിയെ അവിടുത്തെ പിന്നെ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട മഹിളാ കോൺഗ്രസ്സുകാർ ഇവരെല്ലാവരും കൂടി സെറ്റ് മുണ്ടൊക്കെ ഉടുപ്പിച്ച് രാജീവ് ഗാന്ധിക്ക് ഒരു ഷാളൊക്കെ ഇട്ടു. അവസാനം ആ ജുബ്ബ വേണ്ട, ജുബ്ബ അങ്ങ് ഊരി. അപ്പോൾ ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുന്ന കണ്ടപ്പം ലീഡർ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട്, ഇതിൻ്റെ തൊട്ടുപുറത്ത് നിൽപ്പുണ്ട്. അന്ന് ലീഡറൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളെ അങ്ങ് അകത്തേക്ക് പ്രവേശിപ്പിച്ചതാണ്. അപ്പം ഈ വധൂവരന്മാരുടെ വേഷത്തിൽ രാജീവ് ജി നിങ്ങൾ മനോഹരമായിരിക്കുന്നുവെന്ന് ലീഡർ ഇങ്ങനെ ഇംഗ്ലീഷിൽ തന്നെ പറയുന്നു. അപ്പം ലീഡർ പറഞ്ഞു, ഇതിൻ്റെ ഒരു ചിത്രം എടുക്കണം. എവിടെ ആ പൗലോസ് ഇവിടെ കണ്ടുണ്ടായിരുന്നില്ല, എവിടെ പോയി? അപ്പോൾ എന്നോട് ചോദിച്ചോടോ പൗലോസ് എവിടെ? അപ്പോൾ ഞാൻ താഴെ കൂടി, അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ പ്രൊഫസർ കെ വി തോമസ് ഇറങ്ങി ചെല്ലുമ്പം നമ്മുടെ പ്രസ് ക്ലബിൻ്റെ ആ മൂലയ്ക്ക് നിന്ന് പൗലോസ് ചേട്ടൻ ഒരു ബീഡി വലിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം ഗസ്റ്റ് ഹൗസിൻ്റെ ഓപ്പോസിറ്റാണല്ലോ. പെട്ടെന്ന് പൗലോസ് ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്നു. പൗലോസ് ചേട്ടനെ പോസ് ചെയ്തു. അപ്പം മുണ്ട്, കസവ് മുണ്ട്, ഷാള്, സോണിയാഗാന്ധി പിന്നെ സെറ്റ് മുണ്ട്, അതിനനുസരിച്ചുള്ള വേഷവിധാനങ്ങൾ, എനിക്ക് തോന്നുന്നൊരു പൂവൊക്കെ ചൂടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിത്രം പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു പ്രചാരണ പോസ്റ്റർ. എല്ലാ സ്ഥലങ്ങളിലും ഈ ചിത്രം വെച്ചുകൊണ്ടുള്ള പോസ്റ്റർ അടിച്ച് അവർ പിന്നെ പ്രചാരണത്തിന് ഇത് ഉപയോഗിച്ചത് ഞാൻ ഓർക്കുന്നു. നമ്മൾ ഈ 84-ലെ തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ അതിനുശേഷം സേവ്യർ ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ട് നിയമിച്ചു. അതൊന്ന് സഹമന്ത്രിയുടെ
റാങ്കുള്ള ഒരു പദവിയായിരുന്നു അത്. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ 1996 അദ്ദേഹം LDFിനോട് സഹകരിച്ചു. LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. KV തോമസിനെ തോൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് തീർക്കുന്നതിന് മുമ്പ് ഞാൻ KV തോമസിനെ പറ്റി 2 വാക്ക്, അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഉയർച്ച ഈ 84 തെരഞ്ഞെടുപ്പിൽ നിന്നാണ് തുടരുന്നത്. സേവർ അറയ്ക്കലിന് സീറ്റ് കിട്ടാതെ ഇദ്ദേഹത്തിന് സീറ്റ് കിട്ടിയതോടെ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നു. പിന്നീട് 1-2 മത്സരങ്ങൾ ഒഴികെ എനിക്ക് ഒട്ടെല്ലാ മത്സരങ്ങളിലും അദ്ദേഹം ജയിക്കുന്നു. കേരളത്തിൽ മന്ത്രിയാകുന്നു, കേന്ദ്രത്തിൽ മന്ത്രിയാകുന്നു. കേന്ദ്രത്തിൽ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഭക്ഷ്യസുരക്ഷാ നിയമം ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കി നിയമമാക്കി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ 84 തെരഞ്ഞെടുപ്പിന് ഒരു വലിയ പ്രാധാന്യം ശ്രദ്ധിക്കുന്നത്. KV തോമസിൻ്റെ ഒരു രാഷ്ട്രീയ വളർച്ചയുടെ തുടക്കം എന്ന നിലയിൽ. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 1984 പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങിൽ ആദ്യം കൈവച്ചതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതിനു മുമ്പ് 80 അന്ന് ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തുണ്ടായ ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമായി അടുത്ത് ഇടപഴകാൻ അവസരം ലഭിച്ചതാണ് എനിക്ക് ഈ രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങിനോടുള്ളൊരു താല്പര്യമുണ്ടാക്കിയത്. അന്ന് ആ സമയത്താണ് ഞാൻ ശ്രീ ഉമ്മൻചാണ്ടിയുമായിട്ട് പരിചയമുണ്ടാകുന്നത്, ഒരു സൗഹൃദം ഉണ്ടാകുന്നത്. അത് പിന്നെ ഒരു നല്ല ബന്ധമായിട്ട് വളർന്നു വികസിച്ചു. പിന്നെ എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിലെ ഒരു പ്രധാന സംഭവമെന്ന് പറയാവുന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ കാലം സാക്ഷി എന്ന പേരിൽ എഴുതി അത് മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിച്ചത്. അതിനുവേണ്ടി അദ്ദേഹം എനിക്ക് ദിവസങ്ങളോളം ഇരുന്ന് തന്നു. അദ്ദേഹം അനുഭവങ്ങൾ എല്ലാം പറഞ്ഞു, പലതും തുറന്നു പറഞ്ഞു. അത് ഞാൻ എഴുതുകയും പിന്നീട് കുറേ ഗവേഷണമൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെയാണ് ആ പുസ്തകം ഉണ്ടായത്. അങ്ങനെ എനിക്ക് അന്ന് ഉമ്മൻചാണ്ടിയുമായിട്ടൊരു സൗഹൃദം ഉണ്ടാകുന്നു. അപ്പം അന്ന് 80 നായനാർ സർക്കാർ ഉള്ള സമയമാണ്. ആ സർക്കാരിനെ നയിച്ച മുന്നണിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂപ്പ് CPMുമായിട്ട് ചേർന്ന് ഒരു തെരഞ്ഞെടുപ്പ് അലയൻസ് ഉണ്ടാക്കുന്നത്. അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് കോൺഗ്രസ് പാർട്ടി പിളർന്നു. കരുണാകരനും മറ്റും ഇന്ദിരാജിയോടൊപ്പം നിന്നു. ഇപ്പുറത്ത് ആൻ്റണി, വയലാർ രവി, ശരത് പവാർ, അരശ്, പ്രിയരഞ്ജൻ ദാസ് മുൻഷി, ബ്രഹ്മാനന്ദ റെഡ്ഡി, അങ്ങനെ ഒരു വലിയ വിഭാഗം ഇന്ദിരാഗാന്ധിക്ക് ബദലായിട്ട് അവരാണ് യഥാർത്ഥ കോൺഗ്രസ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിന്നു. പിന്നീട് അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പല പല സംഭവവികാസങ്ങളുണ്ടായി. അവസാനം ഈ 80കളിൽ ഞാൻ ഉമ്മൻചാണ്ടിയെ പരിചയപ്പെടുന്ന ഈ സമയത്ത് ദേവരാജ് അറസാണ് ഉമ്മൻചാണ്ടിയുടെയും ആൻ്റണിയുടെയും മറ്റും പാർട്ടിയുടെ പ്രസിഡന്റ്. കർണാടകയിൽ മുഖ്യമന്ത്രിയായിരുന്നു. വളരെ പ്രഗത്ഭനായ, വളരെ തന്ത്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് എന്നറിയപ്പെട്ട ആളായിരുന്നു അരസാണ് അന്ന്. അരസിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് കോൺഗ്രസ് അരസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് യുവും CPMുമായിട്ടൊരു ധാരണയുണ്ടാക്കുന്നത്, അത് ഞാൻ പറഞ്ഞല്ലോ, അതൊരു അപ്രതീക്ഷിതമെന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഒരു വലിയ പുതുമയായിരുന്നു. അത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്നിക്കുന്നു, അതും ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി. പക്ഷേ അന്ന് ആ പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിന് ഈ ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിൽ അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ടുണ്ടാക്കുന്നതിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടിയൊക്കെ ആ ഒരു വിഭാഗത്തിലായിരുന്നു. ഈ CPMുമായിട്ടുള്ള സഹകരണം വേണ്ട എന്നുള്ളൊരു ചിന്ത പുലർത്തിയിരുന്ന ആളാണ്. അതിന് വയലാർ രവിക്കും താല്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെ വേണമെന്ന്. പക്ഷേ ആര്യാടൻ മുഹമ്മദിനെ പോലുള്ള ആളുകൾ നേരത്തെ തന്നെ CPM നേതാക്കളുമായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചു. അതിനോട് ആൻ്റണി യോജിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ താൻ മത്സരിക്കുന്നില്ല എന്ന് ആൻ്റണി അറിയിക്കാനായിട്ട് ഉമ്മൻചാണ്ടി എറണാകുളത്ത് മാസ് ഹോട്ടലിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടെ എത്തുക. അദ്ദേഹത്തിന് അവിടെ ഒരു സ്ഥിരം മുറിയുണ്ട്. KMI മേത്തറുടെ ഉടമസ്ഥയിലുള്ള ഒരു ഹോട്ടലാണ്. എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും അഭയം നൽകിയിട്ടുള്ള ഒരു സ്ഥലമാണ്. പലരും അവിടെ സ്ഥിരതാമസക്കാരുണ്ടായിരുന്നു. ആൻ്റണി
അവിടെ ഒരു മുറിയിൽ വളരെ കാലം ഒരു സ്ഥിരതാമസക്കാരനായിരുന്നു. അപ്പോൾ അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുറി മുഴുവന് അടിച്ചു തകർത്തിട്ടിരിക്കുക. മേശയും കസേരയും ഒക്കെ മറിഞ്ഞു കിടക്കുന്നു. അലമാരയിലെ പുസ്തകങ്ങളെല്ലാം ചിതറിക്കിടക്കുന്നു. ഈ ഗ്ലാസ് ഇട്ട മേശയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ എന്തോ ഒരു ബഹളം നടന്നു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് കൊച്ചി തുറമുഖ തൊഴിലാളി യൂണിയൻ, അത് കൊച്ചിയിലെ ഏറ്റവും ശക്തമായ ഒരു തൊഴിലാളി യൂണിയനാണ്. അത് INTUC എന്നോ CITU എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് കാലാകാലങ്ങളിൽ അതിൻ്റെ പ്രസിഡൻ്റൊക്കെ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വരിക. അന്ന് MK രാഘവൻ കോൺഗ്രസിൻ്റെ കരുത്തനായ ഒരു നേതാവാണ്. അദ്ദേഹം പിന്നീട് SNDPയുടെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അദ്ദേഹമായിരുന്നു അന്ന് കൊച്ചി തുറമുഖ തൊഴിലാളി യൂണിയൻ്റെ പ്രസിഡൻറ്റ്. അദ്ദേഹത്തിന് കോൺഗ്രസ് സീറ്റ് കിട്ടാൻ എല്ലാ അർഹതയുമുള്ള ഒരാളാണ്. അദ്ദേഹം A ഗ്രൂപ്പിലാണ്, അതായത് ആൻ്റണിയുടെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ് യുവിലാണ്. പക്ഷേ അദ്ദേഹത്തിന് ഉദ്ദേശിച്ച സീറ്റ് ചേർത്തലയായിരുന്നു. ആ സീറ്റ് CPIക്ക് കൊടുക്കേണ്ടി വന്നു. അന്ന് CPIയും CPMും കോൺഗ്രസ് യു ഒക്കെ ചേർന്ന മുന്നണിയിലാണ്. അപ്പോൾ അതിൽ ക്ഷുഭിതരായ തുറമുഖ തൊഴിലാളി യൂണിയൻ വന്നിട്ട് കാണിച്ച കലാപരിപാടിയുടെ ബാക്കിയാണ് അവിടെ വെച്ച് കണ്ടത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഇത് മത്സരിക്കുന്നില്ല എന്ന് പറയാനുള്ള ഒരു വിഷമം ആൻ്റണിയുടെ ഖിന്നനായിട്ടിരിക്കുകയാണ്. ആൻ്റണിക്ക് വലിയ സങ്കടമുണ്ട്. രാഘവൻ വക്കീലിന് ഈ സീറ്റ് കൊടുക്കാൻ പറ്റാത്തതിലുള്ള സങ്കടമുണ്ട്. അപ്പം അങ്ങനെ മത്സരിക്കുന്നില്ല എന്ന് പറയാൻ പോയ ഉമ്മൻചാണ്ടി തിരിച്ചു പോരിക്കാനുണ്ടായത്. അങ്ങനെ നായനാരുടെ നേതൃത്വത്തിൽ PC ചാക്കോയൊക്കെ മന്ത്രിമാരായിട്ട് ഒരു ഗവൺമെൻറ് വന്നു. നേരത്തെ പറഞ്ഞ CPI ഒക്കെ ഉണ്ട്. അതിങ്ങനെ പോകെ കോൺഗ്രസുമായിട്ടുള്ള അകൽച്ച ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് ഏറ്റവും അവസാനം ഇത് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. തുടക്കത്തിലവരാണ് ഞാൻ ഇതിൻ്റെ ഒരു റിപ്പോർട്ടിങ്ങിലൊന്നും പങ്കെടുത്ത ആളല്ല, പക്ഷേ എന്നെ ഒരു രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങിലേക്ക് കൊണ്ടുവന്നത് ഈ രാഷ്ട്രീയ കളികളുടെ അന്തർനാടകങ്ങളൊക്കെ അടുത്തു നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസരം എന്ന നിലയിലാണ്. അങ്ങനെയാണ് എനിക്കിതിനോട് ഒരു താല്പര്യമൊക്കെ ഉണ്ടാകുന്നത്. അതൊരു വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ കർട്ടന് പിന്നിൽ നടക്കുന്ന അല്ലെങ്കിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്ന അരങ്ങേറുന്ന സംഭവങ്ങൾ, തന്ത്രങ്ങൾ, അടവുകൾ, ഇതൊന്നും പലപ്പോഴും പുറത്തേക്ക് വരത്തില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് വിവരം ഉണ്ടെങ്കിൽ പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാനിതിങ്ങനെ അടുത്ത് കണ്ടതാണ്. അത് എൻ്റെ ഒരു പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങിന് തുടക്കമിടാൻ സഹായിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു അകൽച്ച ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ പാർട്ടിയുടെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അന്ന് VS അച്യുതാനന്ദനാണ്. അദ്ദേഹം MLA ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തിനൊരു മുറിയൊക്കെ ഉണ്ട്. അദ്ദേഹം MLA ഒന്നുമല്ല, അദ്ദേഹത്തിനൊരു മുറിയുണ്ട്. അപ്പം ഈ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനം ആർക്ക്, അത് മുന്നണിയിൽ എങ്ങനെയാണല്ലോ ഇങ്ങനെ കോർപ്പറേഷൻ ബോർഡുകളുടെയൊക്കെ ഒരു വീതം വെപ്പുണ്ട്. അപ്പോൾ ഈ ഖാദി ബോർഡ് കോൺഗ്രസ്സിന് വേണം എന്ന് കോൺഗ്രസ്സുകാർ ആവശ്യപ്പെടുന്നു. കോൺഗ്രസ്സുകാർ തന്നെയായ ഈ യു വിഭാഗത്തിന് ഈ ഖാദിയോടൊരു വൈകാരികമായ ബന്ധമുണ്ടല്ലോ, കാരണം അവർ ധരിക്കുന്ന വസ്ത്രമാണല്ലോ ഖാദി. അപ്പോൾ അത് ആവശ്യപ്പെട്ടത് PV കുഞ്ഞിക്കണ്ണനാണ് LDFൻ്റെ കൺവീനർ. അപ്പം കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയും കൂടെ വാ, നമുക്ക് പോയി VSുമായി സംസാരിക്കാം. VSൻ്റെ കയ്യിലാണ് അന്ന് ഭരണത്തിൻ്റെയും പാർട്ടിയുടെയും ചരട്. നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്നു ഒരവസരം. കുഞ്ഞിക്കണ്ണനും ഉമ്മൻചാണ്ടിയും കൂടെ VSൻ്റെ MLA ക്വാർട്ടേഴ്സിലെ മുറിയിലെത്തി. അപ്പം വിവരം പറഞ്ഞ ഉടനെ അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു, ഇവന്മാർ ഇത്രയും നാളിത് കൊണ്ടു നടന്ന് തിന്നത് പോരായോ, ഇനിയും വേണോ? എന്നുവെച്ചാൽ കാലാകാലങ്ങളായിട്ട് ഖാദി ബോർഡ് കോൺഗ്രസ്സുകാരാണ്. ഇവന്മാർ ഇത്രയും കൊണ്ടു നടന്ന് തിന്നത് പോരായോ, ഇനിയും വേണോ? ഇത് കേട്ടതോടെ ഉമ്മൻചാണ്ടി വല്ലാതെ അസ്തപ്രജ്ഞനായിപ്പോയി എന്ന് തന്നെ പറയാം. അവർ പിന്നീടൊന്നും പറയാതെ തിരിച്ചു പോന്നു. പ്രതിഷേധ ഔപചാരികമായിട്ട് അറിയിച്ചു. പക്ഷേ അവർക്ക് ഖാദി ബോർഡ് അടക്കമുള്ളതൊക്കെ പിന്നീട് കിട്ടി. ഇതിനിടയ്ക്ക് 1980 നവംബർ 20 തിരുവനന്തപുരം DCC ഓഫീസ്, കോൺഗ്രസ് യുവിൻ്റെ DCC ഓഫീസ് CPMകാരും CITUക്കാരും കൂടെ ചേർന്ന് അടിച്ച് പൊളിച്ച് തകർത്തു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് B രാജീവൻ അന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകനാണ്. അദ്ദേഹത്തെ നക്സൽ ബന്ധം ആരോപിച്ച് കോളേജിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സർവീസിൽ നിന്ന് ഗവൺമെൻറ് സസ്പെൻഡ് ചെയ്തു. അന്ന് KSU ഇതിനെതിരായിട്ട് ഒരു പഠിപ്പ് മുടക്ക് നടത്തി യൂണിവേഴ്സിറ്റി കോളേജിൽ. അപ്പോൾ ആ പഠിപ്പ് മുടക്കിനെ നേരിടാനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പുറത്തു നിന്നുള്ള CPMകാരും CITUക്കാരും കൂടെ വന്നു.
അപ്പോൾ ഇവരെന്ത് ചെയ്തു, യുവന്മാർ ഓടി പിള്ളേർ പാളയത്താണ് ഈ DCC യുവിൻ്റെ ഓഫീസിൽ നിന്ന് അവിടെ പോയി അഭയം തേടി. അപ്പം CITUകാരെന്ത് ചെയ്തു, CPM-കാരും കൂടെ അതിനകത്ത് കയറി ആപ്പീസ് മുഴുവൻ അടിച്ച് പൊളിച്ചു, ഫർണിച്ചറും ഒക്കെ അടിച്ച് പൊളിച്ചു. അതുമാത്രമല്ല അവിടെ നാട്ടിയിരുന്നൊരു കൊടിമരം മറിച്ചു താഴെയിട്ടിട്ട് കോൺഗ്രസ് യുവിൻ്റെ അത് കോൺഗ്രസ് പതാക തന്നെയാണ്, ത്രിവർണ്ണ പതാക, പിന്നെ നമ്മുടെ ചർക്കയൊക്കെ ഉള്ള ആ പതാക വലിച്ചു താഴ്ത്തിട്ട് കത്തിച്ച് കളഞ്ഞു. ഇതൊരു വല്ലാത്തൊരു ഇഷ്യൂ ആയി. കാരണം മുന്നണിയിലെ ഒരു രണ്ടാമത്തെ പാർട്ടി എന്ന് മറ്റോ പറയാവുന്ന കോൺഗ്രസ് യുവിൻ്റെ ഓഫീസാണ്, അല്ലെങ്കിൽ ജില്ലാ ഓഫീസാണ് തകർത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഒരു പ്രതിസന്ധിയായി. അപ്പോൾ ആൻ്റണി തിരുവനന്തപുരത്തില്ല, അദ്ദേഹം വടക്കോട്ട് ഒരു യാത്ര പോയിരിക്കുക, കാറിലാണ്. അപ്പം ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ബന്ധപ്പെടാൻ ഒന്നും സാധിച്ചില്ല, എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ അവസാനം കായംകുളത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്തി. അപ്പോൾ ഇടയ്ക്കുള്ള സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരുന്ന് അദ്ദേഹത്തെ കായംകുളത്ത് വെച്ച് സന്ധിച്ചു, അവിടെ വിവരം പറഞ്ഞു. അദ്ദേഹം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് കെ കരുണാകരൻ എന്ത് ചെയ്തു, അദ്ദേഹം പിന്നെ ഈ DCC ഓഫീസിലേക്ക് എത്തി. ഈ സമയത്ത് ഈ വിവരങ്ങൾ അറിഞ്ഞ് ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയാനും കാണാനും ഉള്ള ഒരു കൗതുകം കൊണ്ട് ഞാനും അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ലീഡർ വളരെ ദുഃഖത്തോടു കൂടിയൊക്കെയാണ് ഇവരോട് സംസാരിച്ചത്. എനിക്ക് അദ്ദേഹത്തെ അന്ന് പരിചയമൊന്നുമില്ല, അകലെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നി അദ്ദേഹം ഒരു മുതലെടുപ്പിൻ്റെ ഒരു ഭാവത്തിലായിരുന്നില്ല. അവിടെ വാസ്തവത്തിൽ കോൺഗ്രസ് പതാക ഇങ്ങനെ കത്തിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനൊരു വിഷമം ഉണ്ടായി കാണും. അത് ഒരു വലിയ ഇഷ്യൂ ആയി. പിന്നെ അതിൻ്റെ പേരിൽ കുറച്ച് CITUകാരെ CPM-കാരെയൊക്കെ പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ അത് ഒന്ന് മെല്ലെ ഒന്ന് അടങ്ങി. പക്ഷേ അത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ, കോൺഗ്രസ് യുവിനുള്ളിൽ അതൊരു വലിയൊരു തീരാ വേദനയായിട്ടോ അല്ലെങ്കിൽ അപമാനമായിട്ടോ ഒക്കെ ഇങ്ങനെ ബാക്കി കിടന്നു. തുടർന്ന് ഈ നവംബർ 27, 28 തീയതികളിൽ വേളി യൂത്ത് ഹോസ്റ്റലിൽ കോൺഗ്രസിൻ്റെ ഒരു നേതൃയോഗം, കോൺഗ്രസ് യുവിൻ്റെ ഒരു നേതൃയോഗം ചേരുകയാണ്. അന്ന് ഈ വേളി യൂത്ത് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ആൻ്റണി കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ആൻ്റണിയോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ്സുകാരുടെ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ്. പലപ്പോഴും റിപ്പോർട്ടിംഗ് ആവശ്യത്തിലൊക്കെ ഞാൻ പിന്നീട് അവിടെയൊക്കെ പോകാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ യൂത്ത് ഹോസ്റ്റൽ ഈ കടലിനോട് ചേർന്നാണ്, വളരെ സുഖകരമായ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഒരു നേതൃസമ്മേളനം ചേർന്നു. അപ്പോൾ അതിൽ ഭൂരിപക്ഷം ആളുകളും പറഞ്ഞത് ഇനി ഈ മുന്നണിയിൽ നിൽക്കാൻ പറ്റില്ല, നമുക്ക് പുറത്തു പോരണം. അപ്പോൾ അവസാനം 2 ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം ആൻ്റണി പറഞ്ഞു, നമുക്ക് അല്പം കൂടെ കാത്തിരിക്കാം, അങ്ങനെ ഇറങ്ങിപ്പോകാവുന്ന ഒരു സമയമായിട്ടില്ല, നമുക്ക് വി വിൽ വെയിറ്റ് എന്ന് പറയുന്നു. ഇതിനിടയ്ക്ക് ഈ അഖിലേന്ത്യാ തലത്തിൽ ഏതാണ് യഥാർത്ഥ കോൺഗ്രസ് എന്നുള്ള തർക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിഗണനയിലിരിക്കുകയായിരുന്നു. അത് ഇന്ദിരാ കോൺഗ്രസ്സാണ്, കോൺഗ്രസ് ഐ ആണ് യഥാർത്ഥ കോൺഗ്രസ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ വിധിച്ചു. അതോടെ പശുവും കിടാവും ചിഹ്നം അവർക്ക് കിട്ടി, ഔദ്യോഗിക പതാക ഇന്ദിരാ വിഭാഗത്തിന് കിട്ടി. അതോടെ ഇപ്പുറത്ത് അരസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പാർട്ടിയിൽ വലിയ അന്തഛിദ്രങ്ങളുണ്ടായി. അരസ് രാജിവെച്ചു. YB ചവാൻ തിരികെ ഐ ഗ്രൂപ്പിലേക്ക് പോകുന്നു. ഇവിടെ നേരത്തെ തന്നെ CM സ്റ്റീഫൻ ഇന്ദിരാഗാന്ധിയുമായിട്ട് നല്ല ഒരു ബന്ധത്തിലായി, ഇന്ദിരാ ഗ്രൂപ്പിൽ ആയി കഴിഞ്ഞിരിക്കുന്നു. CM സ്റ്റീഫൻ വയലാർ രവി, ഉമ്മൻചാണ്ടി എന്നിവരുമായിട്ട് സംസാരിക്കുന്നു. കരുണാകരൻ വയലാർ രവിയുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് യുവും കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള ഐ വിഭാഗം തമ്മിലുള്ള ഒരു വലിയൊരു സഹകരണത്തിൻ്റെ ഒരു സാധ്യതകൾ തെളിഞ്ഞു വന്നു. അവരുടെ പാർട്ടി LDFിൽ തന്നെ തുടരണമെന്നായിരുന്നു അഭിപ്രായം. അപ്പോഴേക്ക് ഈ പാർട്ടിയുടെ പേര് കോൺഗ്രസ് യു എന്നത് കോൺഗ്രസ് എസ് എന്ന് ആയിരുന്നു, കോൺഗ്രസ് സോഷ്യലിസ്റ്റ്. അപ്പോൾ അവിടെ 2 ദിവസം ചർച്ച നടന്നു. ആ ചർച്ച 3-ാം ദിവസത്തേക്ക് നീണ്ടു. 3-ാം ദിവസവും കഴിഞ്ഞിട്ട് പിറ്റേന്ന് വെളുപ്പിന് വരെ ചർച്ചകൾ തുടരുകയാണ് ചെയ്തത്. അപ്പം അവിടെ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം ആളുകളും കോൺഗ്രസ് എസ് മുന്നണിയിൽ നിന്ന് പുറത്തു പോകണമെന്ന അഭിപ്രായമാണ് ഉന്നയിച്ചത്. അപ്പോൾ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞില്ല, 3-ാമത്തെ ദിവസം വെളുപ്പിന്, അപ്പോൾ 4-ാമത്തെ ദിവസം രാവിലെ എന്ന് പറയാം. അപ്പോൾ ഏറ്റവും അവസാനവും ആൻ്റണി സംസാരിക്കാൻ എഴുന്നേറ്റു.